അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവിടത്തേക്ക് 60 ഭാര്യമാരുണ്ടായിരുന്നു. ഒരിക്കലും അവിടെ നിന്ന് പറയാണ്, ഞാൻ ഓരോ രാത്രിയിലും എൻ്റെ ഭാര്യമാരെ സമീപിക്കും, അങ്ങനെ എനിക്ക് 60 മക്കളുണ്ടാകും, ആൺകുട്ടികളുണ്ടാകും. അവരെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ധീരന്മാരായ പടയാളികളാക്കി മാറ്റും. അങ്ങനെ 60 ഭാര്യമാരുമായി ബന്ധം പുലർത്തി മഹാനായ സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. 59 ആളും ഗർഭിണികളായില്ല, 59ഉം ഗർഭിണിയായില്ല. ഒരേ ഒരാൾ മാത്രം ഗർഭം ധരിച്ചു. പ്രസവിച്ചതോ ഒരു ചാപിള്ളയെയാണ്. പരിപൂർണതയില്ലാത്ത, ജീവനില്ലാത്ത ഒരു രക്തക്കട്ടയെയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു ഭാര്യ പ്രസവിച്ചത്. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. ഒരു നബിയല്ലേ പറഞ്ഞത്, എനിക്ക് 60 മക്കളുണ്ടാകണം, 60 ആൺകുട്ടികൾ ഉണ്ടാകണം, അവരെല്ലാം അള്ളാൻ്റെ മാർഗത്തിൽ ധീരന്മാരായി പോരാടുന്നവരാകണം. ഈയൊരു നെയ്യച്ചിൽ, നല്ല നെയ്യച്ചിൽ പോയ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് എന്തേ ഇങ്ങനെ പറ്റിയത്? കാരുണ്യത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാണ്, അന്നെങ്ങാനും ഈ വിഷയം പറയുന്നതിനോടൊപ്പം ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ സുലൈമാന് 60 ധീരന്മാരായ പോരാളികളായ ആൺകുട്ടികൾ ജനിക്കുമായിരുന്നു എന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ, ഏതൊരു കാര്യം ഭാവിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഇൻഷാ അല്ലാഹ് ചേർത്ത് പറഞ്ഞെങ്കിലേ അവിടെ അള്ളാഹുവിൻ്റെ നോട്ടം നമുക്ക് ലഭിക്കൂ. എപ്പോഴാണ് കല്യാണം? അത് ഞായറാഴ്ചയാണ്. അങ്ങനെയല്ല, ഇൻഷാ അല്ലാഹ് അത് ഞായറാഴ്ചയാണ്. എപ്പോഴാണ് പരതാമസം? അത് തിങ്കളാഴ്ചയാണ്. അല്ല, ഇൻഷാ അല്ലാഹ് അത് തിങ്കളാഴ്ചയാണ്. അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന പദം കൂടെ നമ്മൾ ചേർത്ത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തിരുനോട്ടം നമുക്ക് ലഭിക്കുകയാണ്. ഞാൻ നാളെ അവിടെ ഉണ്ടാകും എന്ന് നീ പറയരുത്. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ അവിടെ ഉണ്ടാകും. അതിനുള്ളിൽ നീ മരണപ്പെട്ടു പോയാലോ? ഒരുപക്ഷെ അള്ളാഹുവിലെ കാര്യമങ്ങ് വിട്ടുകൊടുക്കുന്നത് കൊണ്ട്, പടച്ചവനിലേക്ക് ആ കാര്യമങ്ങ് വിട്ടുകൊടുക്കുന്നത് കൊണ്ട് പടച്ച റബ്ബ് നമുക്ക് വരുന്ന അപകടങ്ങൾ തട്ടിക്കളയാനും അത് ചിലപ്പോൾ മതിയായേക്കാം. അവൻ കാരുണ്യവാനാണ്. അതുകൊണ്ട് തന്നെ ഏത് കാര്യം പറയുമ്പോഴും, നമ്മുടെ ഏത് ഏതാഗ്രഹം പറയുമ്പോഴും ഇൻഷാ അല്ലാഹ് ചേർത്ത് പറയാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് പറയുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഇവിടെ അത് നിറവേറിയിട്ടില്ലെങ്കിൽ അതിലും വലുത് ആഖിറത്തിൽ അള്ളാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യും. നമ്മൾ പടച്ചവനോട് ചോദിക്കുന്നത് ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.